ദുബായ് പോലുള്ള അവിടുത്തെ കമ്പനിയിൽ കിട്ടുമെന്ന് ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പ്ലേസ്ഡ് ആയി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ അമ്മേനെയാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. അപ്പം അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ ദുബായിൽ പ്ലേസ്ഡ് ആയി എന്നുള്ളത് പറഞ്ഞപ്പോൾ. ഹായ്, എൻ്റെ പേര് അയന. ഞാൻ കൊടുങ്ങല്ലൂർ നിന്നാണ് വരുന്നത്. ഞാനിവിടെ SLBSൽ ലോജിസ്റ്റിക്സ് ആണ് പഠിക്കുന്നത്. ഞാൻ ഡിഗ്രി ഇരിഞ്ഞാലക്കുടയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓൾറെഡി ലോജിസ്റ്റിക്സ് എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. സോ അങ്ങനെ എൻ്റെ ഒരു സീനിയർ വഴി എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ ഞാനപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു. അത്യാവശ്യം നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല പ്ലേസ്മെൻ്റൊക്കെ കിട്ടുമെന്ന് അറിഞ്ഞു. ഫസ്റ്റ് മോക്ക് ഇൻ്റർവ്യൂ ഓൺലൈനിലായിരുന്നു. അത് കഴിഞ്ഞ് ഫൈനൽ ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് വന്നിട്ടാണ് ചെയ്തത്. അതിന് ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, മനസ്സിലാക്കി തന്നു. അതേപോലെ തന്നെ CV എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഫൈനൽ മോക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇവിടെ ഞങ്ങൾക്കൊരു പ്ലേസ്മെൻറ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നു. ദെൻ എൻ്റെ ആദ്യത്തെ പ്ലേസ്മെൻ്റ് ആയിരുന്നു, ഇൻ്റർവ്യൂ ആയിരുന്നു. സോ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ എനിക്ക് ദുബായിൽ പ്ലേസ്ഡ് ആവാൻ പറ്റി. അത് SLBS കാരണമാണ് എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയത്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഇവർ ജോയിൻ ചെയ്തപ്പോൾ തന്നെ 100% പ്ലേസ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ കിട്ടുന്ന ഒട്ടും പ്രതീക്ഷയില്ല. ഇതെൻ്റെ ഒരു ഡ്രീമായിരുന്നു, ദുബായിൽ പ്ലേസ്ഡ് ആവണം എന്നുള്ള എൻ്റെ ഒരു വലിയ ഡ്രീമായിരുന്നു. ഇതിന് ഹെൽപ്പ് ചെയ്ത SLBSന് താങ്ക്സ്.